വെറും 2 ഐറ്റം കൊണ്ടില്ലേ ഈ ബീഫിന്റെ ലിവറും നമുക്ക് വരട്ടിയെടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ആദ്യം എടുക്കണേ. കുക്കറിൽ നമ്മൾ കഴുകി വെച്ച ബീഫിന്റെ ലിവറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ രീതിയിൽ നമുക്ക് ബീഫ് കറി ഇങ്ങനെ വെച്ചെടുക്കാവേ. എന്നിട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ബീഫ് മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം കൈ കൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണേ. എന്നിട്ടുണ്ടല്ലോ അത് കുക്കറിൽ വെച്ചിട്ട് ഒരു 6 വിസിൽ വിടണം കേട്ടോ. കാരണം എന്താ പറയട്ടെ, ബീഫിന്റെ ലിവർ നല്ല വേവണല്ലോ. അപ്പൊ തുറന്നു നോക്കുമ്പോൾ തന്നെ നല്ല മണം ഉണ്ടാവും കേട്ടോ. എന്നിട്ടൊരു പാനിൽ നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ബീഫ് ഉണ്ടല്ലോ അത് മുഴുവൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം വെച്ചുമ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് 2-3 പ്രാവശ്യം അങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുക്കണേ. ഇറക്കുന്ന നേരത്തും 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ല പച്ചവെളിച്ചെണ്ണ മേത്ത് കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ എങ്ങനെ വേണമെങ്കിൽ കൂട്ടാവേ. നമ്മൾ കുറേ ആയിട്ട് കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ടൈം കിട്ടാത്തതുകൊണ്ടാട്ടോ ഇടാത്ത. നമുക്ക് ശ്രമിക്കാട്ടോ ഇനി ഇടാനൊക്കെ. എന്നിട്ട് വേറെ ഒന്നും വേണ്ട. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബീഫ് കറി ഇങ്ങനെയൊക്കെ വെക്കാം.